ചേർത്തല സിവിൽ സ്റ്റേഷനിലേക്ക് അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇന്ന് സംസ്ഥാനമൊട്ടാകെ ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിൽ നടത്തപ്പെടുന്ന ഈ പ്രകടനങ്ങൾ, പ്രതിഷേധ ധർണകൾ, ഈ പരിപാടികൾ ഒന്നാകെ വിജയിപ്പിക്കുവാൻ പ്രിയമുള്ളവരെ നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, 12ാം വിദ്യാഭ്യാസ സർവീസ് മേഖലകൾ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അധ്യാപകരും ജീവനക്കാരും പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, PFRDA നിയമം പിൻവലിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 10 സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ബഹുമാനം അർപ്പിച്ചുകൊണ്ടാണ് ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ നിന്നും സിവിൽ സ്റ്റേഷനിലേക്ക് അധ്യാപകരും ജീവനക്കാരും പ്രകടനം നടത്തിയത്. KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഷിബു ഉദ്ഘാടനം ചെയ്തു. FSCTO താലൂക്ക് പ്രസിഡന്റ് PS വിനോദ് അധ്യക്ഷത വഹിച്ചു. PSC എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK രാജു, FSCTO താലൂക്ക് സെക്രട്ടറി KJ അജിത്, KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീദേവി എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യവുമായ മുദ്രാവാക്യം 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ കേരളത്തിലെ ജീവനക്കാർക്ക് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ കേരളത്തിൽ ഇന്നിപ്പോ സർവീസിലുള്ളവരിൽ ഏതാണ്ട് 2/3 ഭാഗവും ഈ സർക്കാർ അധികാരത്തിലേറിയ ശേഷം സർവീസിൽ കയറിയവരാണ്. ഞങ്ങൾക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട്. ഈ സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് സർവീസിൽ കയറുവാൻ കഴിഞ്ഞത്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇടത് സർക്കാർ ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ സർവീസും വിദ്യാഭ്യാസ മേഖലയും ഓരോ ദിവസവും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഈ സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രക്ഷോഭങ്ങളിലൂടെ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള അവകാശങ്ങളെങ്കിലും സംരക്ഷിച്ചു നിർത്തുന്നത്. പക്ഷേ നമുക്കറിയാം, ഒരു ഇടതുപക്ഷ മുന്നണി സർക്കാർ ഭരിക്കുന്ന കാലത്തിലും ഇല്ലാത്ത വണ്ണം ശമ്പള പരിഷ്കരണ നടപടികൾ അനന്തമായി നീണ്ടുപോവുകയാണ്. 1/7/2024 കേരളത്തിലെ ജീവനക്കാർക്ക് കിട്ടേണ്ടതാണ് ശമ്പള പരിഷ്കരണം. നമുക്കറിയാം, 50 രൂപയ്ക്ക് പെട്രോൾ നൽകാമെന്ന് കരുതി അധികാരത്തിലേറിയവർ BJP അധികാരത്തിലേറിയിട്ട് ഇന്ന് പെട്രോളിന്റെ വില 100-ലധികം കടന്നിരിക്കുന്നു. ഗ്യാസ് സബ്സിഡി മുഴുവൻ ആളുകൾക്ക് നൽകാമെന്ന് കരുതി അധികാരത്തിലേറിയ BJP ഭരണത്തില് ഗ്യാസിന്റെ വില സബ്സിഡി ഇല്ല എന്ന് മാത്രമല്ല 1000-ലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. രാസവിള സബ്സിഡിയും ഭക്ഷ്യ സബ്സിഡിയും ചുരുക്കിയത് വഴി ഇന്ത്യയിലാകെ വിലക്കയറ്റം വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. നിശ്ചിത വരുമാനക്കാരാണ് കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും.